എന്റെ മക്കൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയില്ല, കരയുമ്പല്ലോ ഞങ്ങൾക്ക് സങ്കടോ. നിങ്ങൾക്ക് അറിയുന്നേറ്റ് അവർക്ക് അറിയുന്നു. ഇല്ല, മക്കളോടുണ്ട്. കരയല്ല, ഉപ്പ കരയുന്നേറ്റാന്ന് അവർക്ക് സങ്കടായ. നിങ്ങൾക്ക് അറിയല്ല, കരയറ് കരയറ്. നിങ്ങൾക്ക് അറിയുമ്പോ ഞങ്ങൾക്ക് സങ്കടം. നിങ്ങൾക്ക് അറിയാം എനിക്ക് എന്താ കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് അറിയുമ്പല്ലോ ഞങ്ങൾക്ക് സങ്കടം വരുന്നേ. നിങ്ങൾക്ക് അറിയാറ് കരയറ്. നിങ്ങൾക്ക് അറിയാണ്ടക്ക് എല്ലാം മാറും. എല്ലാം മാറിയിട്ട് നല്ലയാവും. ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. ഇല്ല ഇല്ല, എല്ലാം മാറും. എല്ലാം മാറും. എല്ലാം മാറിയിട്ട് നല്ലയാവും. എന്റെ രണ്ട് മക്കളെ ഓർത്തങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം. എനിക്ക് വേറെ ആരുമില്ല. കാണാൻ കഴിയുന്നില്ല. ഞങ്ങൾ ഉപ്പാനെല്ലാരും സഹായിക്കണം. നമുക്ക് ഉപ്പല്ലാണ്ട് വേറെ ആരുമില്ല. ഉപ്പ ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാരും ഞങ്ങളൊന്ന് സഹായിക്കണം. ഒന്നും സംഭവിക്കില്ല കേട്ടാ. കേട്ടാ കേട്ടോ മോളെ. ഒന്നും സംഭവിക്കില്ല കേട്ടോ. കരയാതിരിക്കട്ടാ. ഒന്നും ഉണ്ടാവില്ല. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഉപ്പാന്റെ ചികിത്സ മുടങ്ങൂല കേട്ടോ മോളെ. ഈ രണ്ട് പെൺകുട്ടികളുടെ പിതാവാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ആ പിതാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വളരെ വേദനയോടുകൂടി, അതീവ സങ്കടത്തോടു കൂടി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും സഹായിച്ചാൽ മാത്രമേ ആ ജീവൻ തിരിച്ചു ലഭിക്കാനൊരു സാധ്യത നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കൂ. ഈ കുടുംബത്തിന് വേറെ ആരുമില്ല. വളരെ ദയനീയമായ അവസ്ഥയാണ്. വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ്. ആക്രി കച്ചവടം ചെയ്ത് വളരെ നല്ല രീതിയിൽ കുടുംബം പുലർത്തി മുന്നോട്ട് പോകുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനാണ് അതീവ ദയനീയമായ ഗുരുതരാവസ്ഥയിൽ ICUവിൽ ചികിത്സയിൽ കഴിയുന്നത്. കാണരുത് ഞങ്ങൾക്ക് ഒരു ഇല്ല ഇല്ല കാണണ്ട. ഞങ്ങൾക്ക് കുഴപ്പമില്ല. ആർക്ക് വേറെ ആരുമില്ല. എന്റെ ഉപ്പാനെ എല്ലാരും ഒന്ന് സഹായിക്കണം. നമുക്ക് ഉപ്പ അല്ലാണ്ട് വേറെ ആരുമില്ല. എല്ലാരും സഹായിക്കും. എന്റെ ഉപ്പാനൊക്കെ ഒന്നും കൂടി കാണാൻ പോയി. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ ആലക്കോട് പഞ്ചായത്തിലെ നെടുവോട് എന്ന പ്രദേശത്ത് താമസിക്കുന്ന സുബൈർ എന്ന നാടിനും വീടിനുമേറെ പ്രിയപ്പെട്ട സഹോദരനൊരു ആക്സിഡന്റ് സംഭവിച്ച് തലയൊഴികെ മറ്റു ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും അതീവ ഗുരുതര പരിക്ക് പറ്റിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ICUവിൽ ചികിത്സയിലാണ്. അപകടത്തിൽ വാരിയെല്ല് പൊട്ടി ലെൻസിന് ഡാമേജ് സംഭവിച്ച് രക്തം വന്നുകൊണ്ടിരിക്കുക. അതിനു പുറമെ ഇടിപ്പെല്ലും പൊട്ടിയിട്ടുണ്ട്. കൈകാലുകളുടെ എല്ല് പൊട്ടി വലത്തെ കൈയുടെ തൊലി പൂർണ്ണമായും പോയി. അത് പ്ലാസ്റ്റിക് സർജറി ഉടനടി ചെയ്യണമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 3 സർജറി കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയോളം ഹോസ്പിറ്റലിൽ ചെലവായിട്ടുണ്ട്. സർജറികൾക്കും തുടർ ചികിത്സയ്ക്കും എല്ലാം ഉൾപ്പെടെ ഇനിയും 50 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് പറയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അതീവ ദയനീയമായ വളരെ സങ്കടകരമായ ഈ ഒരു സങ്കട കാഴ്ച നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യാതെയും പോകരുതേ പ്രിയപ്പെട്ടവരെ. ഒന്നും ഉണ്ടാവില്ല. ദുആ ചെയ്യട്ടോ. ഒന്നും ഉണ്ടാവില്ല കേട്ടാ. നിങ്ങൾ കരയുന്ന മക്കൾ തളരൂലേ? എന്റെ കാല് പോയി. എന്റെ കാല് കയ്യില് പോയത്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഈ മക്കളുടെ പിതാവിന്റെ ചികിത്സ മുടങ്ങാൻ പാടില്ല. നിങ്ങൾ എല്ലാവരും സഹായിക്കണം. ഈ വീഡിയോ വളരെ എമർജൻസി ആയി നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും
എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്തുകൊണ്ട് ഈ കുടുംബത്തിനോട് കരുണ കാണിക്കണേ. സുബൈറിന്റെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസും വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. UPI ട്രാൻസാക്ഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ നിങ്ങളുടെ സഹായം നേരിട്ട് അക്കൗണ്ടിലോ സ്കാനർ വഴിയോ ഒന്ന് അയക്കാൻ ശ്രമിക്കണേ. നിങ്ങളെല്ലാവരും സഹായിക്കും, നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ പ്രാർത്ഥനയോടുകൂടി ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അബോധാവസ്ഥയിൽ കഴിയുന്ന ഉമ്മയുടെ മോനാണ് സുബൈർ. ഈ ഉമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആ മോനാണ് അപകടം സംഭവിച്ച് ഈ ഒരു അവസ്ഥയിലായത്. നിങ്ങളെല്ലാവരും പടച്ചവനെ ഓർത്ത് ഒന്ന് സഹായിക്കണം. ഒന്നിനും വകയില്ലാത്ത പ്രിയപ്പെട്ട സുബൈർ നാട്ടുകാർക്ക് അദ്ദേഹത്തെ വാടക വീട്ടിൽ താമസിക്കുന്ന കിടപ്പിലായ തൻ്റെ ഉമ്മയെ പരിചരിക്കുന്നതിനിടയിൽ വാഹനാപകടത്തിൽപ്പെട്ട പ്രിയ സ്നേഹിതൻ സുബൈറിൻ്റെ അവസ്ഥപ്പെട്ട് വളരെ ഗുരുതരാവസ്ഥയിലാണ്. നമ്മുടെ പ്രിയങ്കരനായ സുബൈർ വളരെ ഗുരുതരമായ ഒരവസ്ഥയിലാണ് മിംസ് ഹോസ്പിറ്റലിൽ കഴിയുന്നത്. നമ്മളിന്നിവിടെ നെടുവോട് മഹല്ല് ജമാഅത്തിലെയും അതുപോലെ പരപ്പ മഹല്ല് ജമാഅത്തിലെയും പരപ്പ ഇടവകയിലെയും നല്ലവരായ ആവാറം ജനങ്ങളും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ആ സുബൈറിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കഠിന ശ്രമത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാനാണ്. ഈ ചികിത്സാ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. പ്രിയപ്പെട്ട സുബൈർ വളരെ നിഷ്കളങ്കനായ, എല്ലാവർക്കും എല്ലാ ഉപകാരത്തിനെത്തുന്ന ഒരു പ്രിയപ്പെട്ടവനാണ്. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ ബിസിയാണ് ഞാൻ. ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സുബൈർ ഒരു ആക്സിഡന്റിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിലാണുള്ളത്. ആ ചിരിക്കുന്ന മുഖത്തോടുകൂടി അദ്ദേഹത്തെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നമുക്കൊക്കെ അദ്ദേഹത്തെ വീണ്ടും അതേ മുഖത്തോടുകൂടി കാണാനുള്ള അവസരം നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി നൽകണമെന്ന്. പലതരത്തിലുള്ള വിഷമങ്ങളും പേറി പുഞ്ചിരിക്കാൻ സുബൈറിന് മാത്രമേ കഴിയുള്ളൂ. മുഴുവൻ ആളുകളും ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്ത് സഹകരിക്കണമെന്നും അതോടൊപ്പം ഇവിടുത്തെ എല്ലാ ജനങ്ങളും, ജനപ്രതിനിധികൾ, ആലക്കോട്, ചപ്പാരപ്പടവ്, അങ്ങനെ വിവിധ പഞ്ചായത്തുകളിലെ ജനങ്ങളും ജനപ്രതിനിധികളൊക്കെ ഒത്തൊരുമിച്ച ഈ വേളയിൽ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ഫാമിലികളിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ നാടുകളിലുള്ള പ്രവാസികളിലേക്കടക്കം ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി സഹകരിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കും. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും നമ്മുടെ പ്രിയപ്പെട്ട സുബൈറിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കണമെന്നും ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും. ഞാൻ കണ്ണൂർ ജില്ലാ KMCC പ്രസിഡന്റ് എന്ന നിലയിൽ പ്രിയപ്പെട്ടവരെ, എല്ലാ KMCC പ്രവർത്തകന്മാരും ആത്മാർത്ഥമായി പ്രിയപ്പെട്ട സുബൈറിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുഴുവൻ ആളുകളും അകമഴിഞ്ഞ് ഇതുമായി സഹായിക്കണം. ആ പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി സഹായിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. വർഗ വ്യത്യാസമെന്നെ എല്ലാവരോടും നല്ല നിലക്ക് സമീപിക്കുന്ന നമ്മുടെ സുബൈർക്ക് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളായി എന്നെന്നും നമ്മിലേക്ക് തിരിച്ചു വരണം. ഈ വീഡിയോ കാണുന്ന സഹൃദയരായ എല്ലാ നാട്ടുകാരും പരമാവധി സഹകരണങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ സുബൈറിനെ രക്ഷപ്പെടുത്തുവാനായിട്ടും, സുബൈറിൻ്റെ കുടുംബത്തിൽ സുബൈറിന് 2 പെൺമക്കളാണുള്ളത്. അതുപോലെ സുബൈറിൻ്റെ അമ്മയ്ക്കും അസുഖമായിട്ട് കിടപ്പിലാണ്. അവരെ രക്ഷപ്പെടുത്തുവാനുള്ള, അവരെ സഹായിക്കുവാനുള്ള ഈ ഉദ്യമത്തിൽ സഹൃദയരായ എല്ലാ നാട്ടുകാരോടും അപേക്ഷിക്കുന്നു, അതുപോലെ പ്രാർത്ഥിക്കുന്നു. പറ്റുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ പറ്റുന്നവർക്കൊക്കെ സാധിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു.